2 മണിക്കൂർ കൊണ്ട് എങ്ങനെ കോഡിങ് പഠിക്കുക എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവിടെയും നമ്മൾ നടക്കുന്ന സ്പൂൺ ഫീഡിംഗ് ആണ്. 2 hour കൊണ്ട് ഒരിക്കലും നമുക്ക് സെൽഫ് ഫീഡിങ് നടക്കില്ല. മിക്ക സ്ഥാപനങ്ങളുടെ കേസിലും സാലറി എന്നുള്ളത് റിവീൽ ചെയ്യാറില്ല. കാരണം റിവീൽ ചെയ്യാൻ ഉണ്ടാവില്ല. അതാണ് നാഷണൽ ആക്ച്വലി അതിനൊരു പ്രോപ്പർ എക്സാമ്പിൾ ആണ്. നമ്മളവിടുത്തെ ഒരു മെയിൻ ഇമ്പോർട്ടൻസ് അതാണ്. അതെ പക്ക പ്രാക്ടിക്കൽ ബേസ്ഡ് ലേണിംഗ് എന്നുള്ളതാണ്. ഒരു റിയൽ ടൈം പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ലേണിംഗ് വീക്കിൽ ഇരുന്നാണ് പഠിച്ച് റിവ്യൂ ആയിട്ടിരുന്ന ഒരു കാര്യമില്ല. ആ ഒരു സംഭവം നമ്മൾ പഠിച്ചെടുത്ത കാര്യം എങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അതിനാണ് ഇത് കഴിഞ്ഞുള്ള ഒരു 4 week and 6 week പ്രൊജക്ട്സ് സെറ്റാണ്. കാരണം അതിലാണ് നമുക്ക് ഇത്രത്തോളം എന്തൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ഈ പഠിച്ച കാര്യം നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എക്സാക്ട്ലി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതായത് ആ പ്രൊജക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ എവിടേക്കാണ് ലാക്ക് ചെയ്യുന്നത്. പ്രൊജക്ട് ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് മാത്രമല്ല നമ്മൾ ആക്ച്വലി ഒരു ഇന്റർവ്യൂക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത് നമ്മുടെ പ്രൊജക്റ്റ് ആണ്. റെസ്യൂമേല് എൻ്റെ റെസ്യൂമേല് ഒരു ഹാഫ് പേജ് റെസ്യൂമേലെ പകുതി പ്രൊജക്റ്റ് ആണ്. ബാക്കി സ്കില്ല് ബേസിക് ഡീറ്റെയിൽസ് ചോദിച്ചു, ബാക്കി എൻ്റെ മെജോറിറ്റി എൻ്റെ പ്രൊജക്റ്റാണ് ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. നമ്മൾ പഠിച്ചുള്ളത് നമുക്കറിയാം, അത് അവരെ കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇമ്പോർട്ടൻസ്. അവിടെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ അതിന് ഇമ്പോർട്ടൻസ് അവിടെയാണ്. പഠിക്കാൻ മാത്രമല്ല, ആ പഠിച്ച സംഭവം നമുക്ക് എന്ത് ചെയ്യണം, ഷോക്കേസ് ചെയ്യാൻ പറ്റും, കൺവേ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബിടെക് വർക്ക്ഷോപ്പിന് നമ്മളെ ലാസ്റ്റ് ഡേ വോട്ട് ഓഫ് താങ്ക്സിന് വിളിച്ചത് ആഷിമായിരുന്നു അല്ലേ. സോ അന്നത്തെ ഒരു ആഷിമിനല്ല ഞാൻ അവസാനം പ്ലേസ്മെന്റ് ആയതിനു ശേഷം നമ്മളിവിടെ സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്ത സമയത്ത് കണ്ടേ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആക്ച്വലി കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഹൗ എങ്ങനെയാണ് ആക്ച്വലി ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചേഞ്ച് ആഷിന് വന്നിട്ടുണ്ടായത്? അന്ന് ആ ഒരു വർക്ക്ഷോപ്പിന് എന്താണ് ലാസ്റ്റ് ഡേ വോട്ട് ഓഫ് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ മനസ്സിൽ വെച്ച് എന്നെ വിളിക്കല്ലേ എന്നാണ് വിചാരിച്ചത്. അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെ വിളിക്കുള്ളൂ. അതെ, കറക്റ്റായിട്ട് അമിതാഭ് വിളിച്ചും ചെയ്തു. അന്ന് പിന്നെ വിളിച്ചല്ലോ പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ചെറിയൊരു ആ ഒരു പോർഷൻ മാത്രം, ചെറിയ സ്പേസ് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞു 2 മിനിറ്റ് പറഞ്ഞൊപ്പിച്ച്. ഓക്കെ, പിന്നെ ചേഞ്ച് വന്നത് പിന്നെ അതിനുശേഷം എവിടെ നോക്കിയാലും ആശിമായിരുന്നു. ടെക്സ്റ്റ് പാർക്ക് നോക്കിയാൽ ആശിമ്, എന്തെങ്കിലും പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യാൻ ആശിമ ഉണ്ടാവും. ഈ ഒരു സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് പഠിച്ചുകൂടാ, ആ ഒരു മൈൻഡ് തന്നെ അതിലുള്ളൊരു മെയിൻ സംഭവം. വീട്ടിൽ നിന്ന് പഠിച്ചാൽ നമ്മൾ ഒറ്റക്കാണ്, നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോവും. പക്ഷേ അത് മാത്രം പോരാ, നമ്മൾ സ്കില്ല് മാത്രമായിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളെക്കാട്ടി കുറച്ച് സ്കില്ലുള്ള പക്ഷെ നമ്മളെ സംസാരിക്കാൻ അറിയുന്ന ഒരാൾ ഇന്റർവ്യൂക്ക് വന്നാൽ അവൻ കയറിപ്പോവും. ശരി, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ IT ഫീൽഡിൽ പഠിച്ചിരിക്കുന്നത് സോഫ്റ്റ് സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സോഫ്റ്റ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സംഭവം എന്താണ് നമുക്ക് ഇവിടെ ബ്രിഡ്ജ് കൊണ്ട് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ഫ്രണ്ട്സിനായിട്ടുള്ള പിയർ ടു പിയർ ലേണിംഗ്. അത് കൂടാതെ നമുക്ക് ഇവിടെ ഇന്ററാക്ട് ചെയ്യല്, നമ്മുടെ ഹബിൽ മൊത്തത്തിൽ ഇന്ററാക്ട് ചെയ്യല് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എല്ലാ ദിവസവും മോർണിംഗ് സ്ക്രം അതായത് നമ്മുടെ സ്കില്ലിന്റെ കൂടെ തന്നെ നമ്മൾ അറിയാണ്ട് ഇമ്പ്രൂവ് ആയി പോകും. ഡെയിലി നമ്മളിങ്ങനെ പറയാണ്, നമ്മളെങ്ങനെയായാലും നമ്മളറിയില്ല ഫുൾ ഇംഗ്ലീഷ്. അപ്പൊ നമ്മള് ചെയ്ത കാര്യങ്ങളൊക്കെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും, നമ്മളെ പഠിച്ച കാര്യം സ്കില്ലായിക്കോട്ടെ, ടെക്നിക്കൽ സ്കില്ലായിക്കോട്ടെ അത് ഇമ്പ്രൂവ് ആവും, നമ്മളെ ഫിയർ ഓഫ് സ്പീക്ക് അതും ഒഴിവാകും. പിന്നെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി. അതിൽ മെയിൻ ആയിട്ടുള്ള സംഭവം ടെക്സ്റ്റ് പാർക്ക്. ഞാൻ അവിടെ 1 month അവരല്ലേ ഈ വർക്ക്ഷോപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് തന്നെ അവിടെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു വീക്കിലി ടെക്സ്റ്റ് പാർക്ക് കണ്ടു. അപ്പോൾ സംഭവം ഫസ്റ്റ് എന്താണുള്ള ഒരു പിടുത്തല്ലേ, ആരൊക്കെ വന്ന് എന്തൊക്കെ പ്രസന്റേഷൻ എടുത്ത് പോകുന്നത്. പിന്നെയാണ് അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവമാണ് അല്ലെ നമ്മളെ ഇമ്പ്രൂവ്മെന്റ്, നമ്മളെ ടെക്സ്റ്റ് ഓഫ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സംഭവമാണെന്നാണ്. പിന്നെ അതായി പേടി, ടെക്സ്റ്റ് പാർക്കിൽ വിളിക്കോ, ടെക്സ്റ്റ് പാർക്കിൽ പ്രസന്റ് ചെയ്യാൻ പറയാം. കാരണം ഓരോ വീക്കിൽ സത്യമായിട്ടും, കാരണം ഇനീഷ്യലി സ്റ്റാർട്ടിങ് കാരണം ഒരു വീക്കിലി 2 ആൾക്കാർ എങ്ങനെയാലും വിളിക്കും, റാൻഡായിട്ടാണ് വിളിക്കുക. അത് നമ്മളാവോ എന്നുള്ള പേടി സത്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫസ്റ്റ് ടെക്സ്റ്റ് പാർക്കിന് വിളിച്ച്. ഒരു പ്രസന്റേഷൻ ഒന്നല്ലോ, ആ ഒരൊറ്റ പ്രസന്റേഷൻ എന്താ സംഭവം എന്നെ പറ്റുന്നുള്ള സംഭവം മനസ്സിലായി. പിന്നെ എവിടെ ഓപ്ഷൻ കിട്ടിയാലും ടോട്ടലി 3 ടെക്സ്റ്റ് പാർക്ക് 2 പ്രസന്റേഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടെക്സ്റ്റ് പാർക്ക് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നിന്റെ ബാക്കിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ബ്രിഡ്ജുകൾ എന്ത് പരിപാടി ഉണ്ടോ അവിടെ ഉണ്ടാവാറുണ്ട്. കാരണം അത്രക്കും നമുക്ക് കോൺഫിഡന്റ് ആയി. ഒറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ആകാൻ പറ്റും. ഒരു 4 ആളെ മുമ്പിൽ ഭയങ്കര നിന്ന് സംസാരിക്കുക എന്നുള്ളത് അത് ട്രൈ ചെയ്യാത്ത ആൾക്ക് ഇത് ഭയങ്കര വലിയ സംഭവമായിരുന്നു. പക്ഷെ അതെന്താ
ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെന്താ അവിടെ പോയി നിൽക്കുന്നത് വർത്താനം അത്രേ ഉള്ളൂ. എല്ലാം ബൈ പ്രാക്ടീസാണ്. എല്ലാം ബൈ പ്രാക്ടീസാണ്. നമ്മൾ ജസ്റ്റ് എനിക്ക് വേണമെന്ന് വിചാരിച്ചുള്ള ഒരു കാര്യമില്ല, നമ്മൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ കിട്ടുള്ളൂ. പിന്നെ നമ്മളിവിടുത്തെ സെഷൻസ് വീക്ക്ലി 4 or 5 സെഷൻസ് നമുക്കുണ്ട്. കമ്മ്യൂണിക്കേഷൻ സെഷൻസ് അമിതമായിക്കോട്ടെ 5 ആയിക്കോട്ടെ. ഇപ്പോൾ രണ്ടോളം അടിപൊളിയാണ്. നമുക്ക് എന്തൊക്കെ ഏരിയയിൽ ഓരോ സ്റ്റുഡൻസിനെ അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓരോരുത്തർക്കും എന്താണ് ഓരോ ടാസ്കൊക്കെ തരും. ഇൻഡിവിജ്വൽ അറ്റൻഷനാണ്. അപ്പം ഓരോരുത്തർക്കും അവർക്ക് മനസ്സിലാവും ഓരോ ആൾക്കാരും എവിടെയാണ് ലാഗ് ചെയ്യുന്നത്, അവർക്ക് ഏത് ഏരിയയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ചില സമയത്ത് ചിലവർക്ക് ലാംഗ്വേജ് ആയിരിക്കും, അത് അർത്ഥം ഫിയർ ഉണ്ടാവില്ല. അതായത് എവിടെ പോയെന്നും മലയാളത്തിലാണെങ്കിലും എവിടെ സംസാരിക്കും. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഓരോ ഫീൽഡ് എവിടെയാണ് നമ്മൾ ലാഗ് ചെയ്യുന്ന മനസ്സിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റും. അവർക്ക് അത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് തരും, കൊടുക്കണം. സോ അത് പ്രോപ്പറായിട്ട് നമ്മൾ എപ്പോഴും സ്റ്റുഡൻസിനെ കൊടുത്തോണ്ടിരിക്കുന്ന സംഭവം. സോ അതൊക്കെയാണ് അവരൊരു പ്രോപ്പർ ഇമ്പ്രൂവ്മെന്റിന്റെ ഒരു മെയിൻ സംഭവങ്ങളായിട്ട്. ഈ ഒരു സംഭവമാണ് നമ്മൾ ഹബ്ബിലൊന്ന് വർക്ക് ചെയ്തുള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ്. അതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ വീട്ടിലിരുന്ന് പഠിച്ചാൽ പോരെ എന്നുള്ളവർക്കുള്ള ആൻസർ ആണ്. ആക്ച്വലി കംപ്ലീറ്റ് അവർക്കുള്ള ആൻസർ ആണത്. എന്ത് പോയിന്റാലോ അത് അവർക്കുള്ള ആൻസർ കൂടെയാണ്. കാരണം അവിടെ ജസ്റ്റ് പഠിത്തം മാത്രമല്ല, യൂട്യൂബ് വീഡിയോ കാണുന്നത് ഇവർ എന്തൊക്കെയോ മനസ്സിലാക്കുന്നത് അത്രേ ഉള്ളൂ, മനസ്സിലാക്കി വെക്കുന്നത്. നേരത്തെ ആശയം പറഞ്ഞ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതായത് നമ്മുടെ അക്കാദമിക് സ്കില്ല് മാത്രമല്ല എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കാരണം നോർമലി നമ്മൾ കമ്പനീസ് ഒരു എംപ്ലോയിനെ എടുക്കുന്ന സമയത്ത് നോക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ലോങ് ടേമിലോട്ട് ആ എംപ്ലോയീസിന് എത്രത്തോളം കിട്ടുന്നുള്ളത്. സോ ഒരു സീനിയർ പോസ്റ്റിലൊക്കെ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സീനിയർ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കമ്മിറ്റ്മെന്റ്. അവിടെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയി കാര്യം പ്രസന്റേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് സ്കിൽ കൺവേ ചെയ്യാൻ പറ്റും. നമ്മൾ സ്പീക്ക് ചെയ്യുന്ന എന്ത് പറയുന്നു എന്നല്ല, പറയുന്ന രീതി. കാരണം കാലാകാലം ഒരിക്കലും ഒരു ബേസിക് ലെവൽ എംപ്ലോയി ആയിട്ട് ഒരിക്കലും നിൽക്കാൻ പാടില്ല, നിൽക്കാനും കഴിയില്ല നമുക്ക്. ജസ്റ്റ് ഒരു ബേസിക് സാലറി കാലകാലം നിൽക്കുന്നത് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രൊമോഷൻ മേടിച്ചെടുക്കണം. അതിന് നമ്മൾ ജോബിലേക്ക് കയറി കിട്ടാൻ മേ ബി നമ്മൾ ടെക്നിക്കൽ സ്കിൽസ് മതിയോ, കോഡിംഗ് സ്കിൽസ് മതിയോ. പക്ഷെ അവിടുന്ന് മേലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ് സ്കിൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സോ ഹാഷിം അത് ആക്ച്വലി അത് മുൻകൂട്ടി കണ്ട് ചെയ്തു, അതിന് മാക്സിമം ട്രൈ ചെയ്തു. ഫസ്റ്റ് ഒരു ഫിയർ ഉണ്ടായിരുന്നു, ജസ്റ്റ് സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുകയല്ലേ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയപ്പോൾ പിന്നെ എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അവിടെയൊക്കെ കയറി പറ്റും. ആക്ച്വലി ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്. കാരണം ആക്ച്വലി അന്ന് ആ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ സമയത്തും ഞാൻ ഉണ്ടായിരുന്നു. 2 മിനിറ്റ് പറഞ്ഞ സമയത്ത് ലാസ്റ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കറക്റ്റ് 12 മിനിറ്റ് ആശയം സംസാരിച്ചിട്ടുണ്ട്. കറക്റ്റ് ലാസ്റ്റ് ഡേ ജാബി സാർ പറഞ്ഞു ജസ്റ്റ് 2 മിനിറ്റ്സ് സംസാരിച്ചത്, അങ്ങനെ സംസാരിച്ച് 12 മിനിറ്റോടെ സംസാരിച്ചിട്ടുണ്ട്. ആക്ച്വലി അതൊക്കെ ആക്ച്വലി അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണെന്നുള്ളതാണ്. സത്യം ഞാൻ ഈ ഒരു സോഫ്റ്റ് സ്കില്ല് ടെക്സ്റ്റ് സ്കില്ല് മാത്രമല്ല, സോഫ്റ്റ് സ്കില്ല് ഞാൻ വളരെ നല്ലോണം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനും നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യലായിട്ട് നമ്മൾ എന്തിനത് കൺസിഡർ ചെയ്യണം. അക്കാദമിക്സ് പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ടെക്നിക്കൽ സ്കിൽ നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് കൊടുത്താണ് ഇമ്പ്രൂവ് ചെയ്യുന്ന സംഭവമാണ്. കാരണം പ്രത്യേകിച്ച് ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് അറിയാം, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ അറിയാം, പക്ഷെ അത് അവർ കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിന് ഒരു കാര്യമില്ല. സോ അതൊക്കെ കണ്ടിട്ടാണ് ആക്ച്വലി നമ്മളൊരു ഓവറോൾ ഇമ്പ്രൂവ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ റിവ്യൂസ് ആണെങ്കിലും അതിന്റെ കൂടെ തന്നെ കമ്മ്യൂണിക്കേഷനും സോഫ്റ്റ് സ്കില്ലിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റിവ്യൂസ് പറഞ്ഞാൽ ഒരു ബേസിക് ഇന്റർവ്യൂ തന്നെയാണ്. അതൊരു കാരണം ഫസ്റ്റ് മന്ത് മുതലേ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മളൊരു ബേസിക്കലി നമ്മൾ എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു ആ ഒരു ഫീലാണ് നമുക്ക് ഓരോ റിവ്യൂലും കിട്ടുക. അതായത് നമ്മളെ സെൽഫ് ഇൻട്രോ പറയും, അത് കഴിഞ്ഞ് ഓരോ അവർ റിവ്യൂർ എന്താണോ ചോദിക്കുന്നത് അതിന് കറക്റ്റായി പ്രോപ്പറായിട്ടുള്ള ആൻസർ, അത് കഴിഞ്ഞ് ടെക്നിക്കൽ ടാസ്ക്. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ഓരോ സ്റ്റേജ് അതാണ്. ഫസ്റ്റ് ഇനീഷ്യലി ഒരു കോൾ ഉണ്ടാവും, HR ആയിരിക്കും, അതിൽ നമ്മൾ സെൽഫ് ഇൻട്രോ കാര്യങ്ങൾ പറയാം. പിന്നെ ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, ഒരു സീനിയർ ഡെവലപ്പർ ആരായിട്ട് ഓരോ ഇൻ്റർവ്യൂ വോക്കൽ ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെക്നിക്കൽ സ്റ്റേജ് ലൈക്ക് കോഡിങ്. ഈ ഒരു 3 സംഭവം നമുക്ക് റിവ്യൂവിൽ കിട്ടും. അത് ഒറ്റയടിക്ക് കിട്ടുന്നുള്ളൂ, പക്ഷേ ബേസിക്കലി ഒരു 3 സ്റ്റെപ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ നമ്മളത് മനസ്സിലാകുന്നില്ലാണ്, ഡയറക്റ്റായിട്ട് മനസ്സിലാക്കുന്നില്ല, പക്ഷേ കറക്റ്റ്ലി ഒരു 3 പ്രൊസീജിയർ നമ്മൾ കടന്നു പോകും. ഈ ഒരു ഓരോ വീക്കിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മന്തിലും 4 week 8 months അത്രയും വീക്കിൽ നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ ഇന്റർവ്യൂസ് നമ്മൾ എക്സ്ട്രാ അല്ലാണ്ടും കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റ്ലി എക്സാക്ട്ലി ഒരു ഇന്റർവ്യൂ എന്നുള്ള രീതിക്ക് ഫസ്റ്റ് HR റൗണ്ട്, അത് കഴിഞ്ഞ് ടെക്നിക്കൽ സ്കിൽ, പിന്നെ കോഡിംഗ് പ്രോബ്ലം. 3 സ്റ്റേജിലൂടെ 3 ഡിഫറെന്റ് സ്റ്റേജിലൂടെ തന്നെ നമ്മൾ ഇന്റർവ്യൂ സെറ്റ് ചെയ്യും. മോക്ക് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അക്കാദമിക്സിനെ പോലെ തന്നെ സോഫ്റ്റ് സ്കിൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. സോ അതും നമ്മളെപ്പോഴും ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് സംഭവം, ആഷിമിൻ്റെ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ആഷിം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പ്രോജക്റ്റ് കഴിഞ്ഞിട്ടല്ല ഇന്റർവ്യൂക്ക്, സെക്കൻഡ് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഗ്രൂപ്പ് പ്രോജക്റ്റ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 week ആയപ്പോഴേക്കും പ്ലേസ്ഡ് ആയി.
ജസ്റ്റ് സെക്കൻഡ് ബോയ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്ലേസ് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് 1 വീക്ക് ആയിട്ടുള്ളൂ. 1 വീക്ക് റിവ്യൂ കഴിഞ്ഞ് പിറ്റേ അതായത് നമ്മളെ പ്ലേസ്മെന്റിലോട്ടൊന്നും എത്തിയിട്ടില്ല. ആക്ച്വൽ പ്ലേസ്മെന്റിലോട്ട് എത്തിയിട്ടൊന്നുമില്ല. ഓക്കെ, ചുമ്മാ റാൻഡം ആയിട്ട് അറ്റൻഡ് ചെയ്താണോ ഇന്റർവ്യൂ? ഞാൻ ഫസ്റ്റ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ അസ്ലമിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഇന്റർവ്യൂ വരുന്നുള്ള ജസ്റ്റ് അവർ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോ. സജസ്റ്റ് ചെയ്തു അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോ. ഇനിയിപ്പോൾ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ആവും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അപ്ലൈ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ അപ്ലൈ ചെയ്ത് തുടങ്ങിയതാണ്. ഓക്കെ, പിന്നെ കുഴപ്പമില്ലാത്തൊരു ഓഫർ കിട്ടിയപ്പോൾ കയറി. ആഷിമ് എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? എത്ര കമ്പനി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഇന്റർവ്യൂ പറഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. പക്ഷേ നമ്മൾ അപ്ലൈ എല്ലാ സ്ഥലത്തും നമുക്ക് കോള് വന്നോളന്നില്ല. അങ്ങനെ എനിക്ക് കോള് വന്നത് ടോട്ടൽ 4 സ്ഥലത്താണ്. 4 കമ്പനിയിൽ നിന്ന് കോള് വന്നു. അതിൽ 2 കോള് വന്ന് എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കോള് ഞാൻ ക്രാക്ക് ചെയ്തു, പക്ഷേ അവർ ഓഫ്ലൈൻ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു. സോ അവിടെ എത്തിപ്പെടാൻ പറ്റാത്തൊരു. പിന്നെ അതുമല്ല എനിക്ക് തോന്നുന്നു ആഷിമ സമയത്ത് എന്തായാലും പ്ലേസ് ആവണമെന്നുള്ള ടെൻഷൻ ഒന്നും ഇല്ല, മൈൻഡും ഇല്ല. അപ്പൊ പിന്നെ കിട്ടിയാ പോവാന്നല്ല, കാരണം പ്ലേസ്മെന്റിലോട്ട് എത്തിയിട്ടില്ല. അതെ, ഒന്ന് ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ലോങ് ട്രാവൽ ചെയ്ത് അഥവാ കിട്ടിയില്ല അത് പൈസ പോകും. അപ്പോൾ ഏതായാലും ഇന്റർവ്യൂ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ആ 2 കോള് റിജക്ട് ചെയ്തു. പിന്നെ വന്ന് 2 അറ്റൻഡ് ചെയ്തു. അതിലൊന്ന് പേവിന്റും പിന്നെ ഒന്ന് ഒരു കൊച്ചിയിലുള്ളൊരു കമ്പനിയാണ്. ഫസ്റ്റ് കൊച്ചിയിലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അവിടുന്ന് പിന്നെയാണ് ഈ 2 സ്ഥലത്ത് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് എത്രയാണ് ഓഫർ ചെയ്തത്? എനിക്കൊരു 5 LPA അവർ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. മന്ത്ലി വരുമ്പോൾ 40,000 വരും. 8 മാസം മുമ്പ് ഇതേ ഹാഷിമിന് എത്രയാണ് കിട്ടി ഓഫർ ചെയ്തത്? 1/4 പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 10,000 11,000 ആ ലെവലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സെയിം ഹാഷിം, സെയിം ബിടെക് ക്വാളിഫിക്കേഷൻ, സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തു. സാലറി എന്നുള്ളത് ഹൈക്ക് അത്രയും ഡബിൾ ആയി എന്നുള്ളത്. അവിടെയാണ് സ്കിൽ മാറ്റേഴ്സ് എന്നുള്ളൊരു പോയിന്റ് വരുന്നത്. ശരി, ആഷിമ ലൈഫിൽ ശരിക്കും അത് അനുഭവിച്ച ആളാണല്ലേ? അതെ, ശരിക്കും ലിറ്ററലി ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. സ്കില്ല് ഒരാൾ ഏത് ലെവൽ വരെ കൊണ്ടെത്തിക്കാന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ പേയ്മെന്റിൽ ഓഫർ കിട്ടി. അതും കുഴപ്പമില്ലാത്ത രീതിക്ക് ഓൾമോസ്റ്റ് സെയിം എമൗണ്ട് തന്നെയാണ് പ്ലേസ്ഡ് ആയി പോയത്. കുറച്ചൊരു കുറവാണ്. ആഷിമ ടാർഗറ്റ് ചെയ്ത സാലറി എത്രയായിരുന്നു? ടാർഗറ്റ് ചെയ്ത് എനിക്ക് നമ്മളെ ഫൗണ്ടേഷൻ കോഴ്സ് കയറിയപ്പോൾ എങ്ങനെയും ഒരു 30,000 അല്ലെങ്കിൽ 25,000. അതുവരെ നമുക്ക് നമ്മളെ മൈൻഡ് എന്താ ഉള്ളത്? ബിടെക് കിട്ടിയ 10. വരുന്ന സമയത്ത് മുമ്പ് കിട്ടിയ ഓഫർ ലെറ്റർ നമ്മളെ കയ്യില്ല. അപ്പൊ നമുക്കൊരു ഇമേജ് ഉണ്ട്, ഇപ്പൊ ഇത്ര ഒരു ബിടെക്കാരെ കിട്ടുള്ളൂ, പിന്നെ കിട്ടിയ കയറാം. അപ്പോ ഇതായിരുന്നു എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. 25,000 കിട്ടി ആ ഒരു മൈൻഡായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വന്ന് ഈ ടെക്നിക്കൽ സ്കിൽസ് സോഫ്റ്റ് സ്കിൽസ് ഞാൻ പറഞ്ഞല്ലോ, അതിന് കൂടെ നമുക്ക് എന്താ നമുക്ക് കുറേ പ്രസന്റേഷൻസിൽ എക്സ്പെർട്ട് ടോക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഏതൊരു ഇവന്റിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ടെക്ടോക്ക് നമുക്ക് കിട്ടിയിട്ടായിരുന്നു ഇവിടെ. നമുക്ക് ഒരു എനിക്ക് തോന്നുന്നു ഓണത്തിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സെഷൻസ്, അതുപോലെ നമുക്ക് കുറെ സെഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെഷൻസിലൂടെയൊക്കെ നമ്മളെ പൊട്ടൻഷ്യൽ നമ്മളെ ഈ ഒരു കരിയറിന്റെ ഡെവലപ്മെന്റ് കരിയറിന് പൊട്ടൻഷ്യൽ എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ പിന്നെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ തുടങ്ങി, എത്രത്തോളം കിട്ടാം. പിന്നെ ഇവിടുത്തെ മെന്റേഴ്സ് ആയിക്കോട്ടെ, റിവ്യൂ അസ്ലിമിനായിക്കോട്ടെ, അവരോടൊക്കെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെ ടാർഗറ്റ് 5 above ആണ് ഞാൻ ടാർഗറ്റ് മൈൻഡിലുണ്ടായ 5 above ആണ്. 5 above കിട്ടിയാലേ പോകുന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരുന്നാണ്. ആക്ച്വലി പ്ലേസ് ആയത് ആ ഒരു എമൗണ്ടിനല്ല, കുറച്ച് കുറവാണ്. പിന്നെ എന്തുകൊണ്ട് ആ കമ്പനി ചൂസ് ചെയ്തു? ഓക്കെ, അവിടെയാണ് ഞാൻ മനസ്സിലാക്കി വേറൊരു കാര്യം. അതായത് നമ്മൾ ഓരോ കാര്യം വരുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യം പഠിക്കുന്നത്, സിറ്റുവേഷൻ വരുമ്പോഴാണ് ഓരോ കാര്യം പഠിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഡൊമൈൻ ചൂസ് ചെയ്യുമ്പം 3 കാര്യം നോക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജോബിൽ ഒരു ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ മെയിനായിട്ട് ആ ഒരു കമ്പനിയിൽ നമ്മളെ ഗ്രോത്ത് നമ്മൾ നമുക്ക് എത്രത്തോളം ഗ്രോ ചെയ്യാൻ പറ്റും. അതായത് കമ്പനിക്ക് പണിയെടുത്തോട് അതിൻ്റെ കൂടെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു വാല്യൂ ഉണ്ടാവും. ആ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് നമുക്ക് വലിയൊരു സാലറിക്ക് സംഭവം കിട്ടി, പക്ഷെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സാലറി മേ ബി ഒരു 2 years വരെ നമുക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. എത്ര വലിയ സാലറിയാണ്. പക്ഷെ 2 year കഴിഞ്ഞാൽ എന്താക്കും, നമ്മൾ ആ പോസ്റ്റ് തന്നെ അവിടെ തന്നെ ഇരിക്കും. നമുക്ക് പിന്നെ ചടച്ചിടണം. പിന്നെ നമുക്കൊരു സ്വിച്ച് ചെയ്യാൻ തുടങ്ങിയാൽ അതിന് നമുക്ക് പറ്റില്ല. കാരണം നമ്മളെന്തായിരിക്കും അവിടെയുള്ള ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകും. ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സെൽഫ് ഇംപ്രൂവ്മെന്റ്. അല്ലെങ്കിൽ ആ ഒരു സാധനം എന്താണ്, ഞാൻ പേയ്മെന്റിനെ പറ്റി മനസ്സിലായി. പേയ്മെന്റ് ജസ്റ്റ് ബേസിക്കലി സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവര് സ്റ്റാർട്ടപ്പാണ്, ബട്ട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയാണ്. പിന്നെ ഈ ഒരു നമ്മളെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കമ്പനിയെ പറ്റി നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം, പഠിച്ചിരിക്കണം കമ്പനിയെ പറ്റി. അവരെ പാസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ കമ്പനിക്ക് ഫ്യൂച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ സക്സസ് ആവും. സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അല്ല. അങ്ങനെ കമ്പനി ഒക്കെയാണ്. അവിടെ കയറിയാൽ എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന എനിക്ക് തോന്നി. അത് ശരിയായിരുന്നു. കാരണം അവിടെ എത്തിയപ്പോൾ എനിക്കിട്ടത് ഫസ്റ്റ് മെയിലേ എന്നെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ സ്വന്തമായിട്ട് അവിടെ സെൽഫ് ലേണിംഗ് എനിക്ക് ഇപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്.
അല്ല ഞാൻ ഇവിടെ പഠിച്ചത് ജാങ്കോ ആണ്. പൈത്തൺ ജാങ്കോയുടെ പ്രൊജക്റ്റ് ചെയ്തത് ജാങ്കോയാണ്. പക്ഷെ അപ്പോൾ വർക്ക് ചെയ്യുന്നത് ഫാസ്റ്റ് API യിലാണ്. ഡിഫറെൻ്റ് ആണ്. പൈത്തൺ ആണ് ബട്ട് ഡിഫറെൻറ്റ് ലൈബ്രറി ആണ്. ഓക്കെ, ഫാസ്റ്റ് API ആണ്. ഫാസ്റ്റ് API എനിക്ക് ബേസ് മാത്രമായിരുന്നു ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് പ്രൊജക്റ്റ് ഞാൻ ഫാസ്റ്റ് API യിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ പ്ലേസ്ഡ് ആയിപ്പോയി. അപ്പോൾ ആ ഒരു 1 വീക്ക് എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് ഫാസ്റ്റ് API ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയപ്പോൾ ഒരു വലിയൊരു പ്രൊജക്റ്റ് തന്നെ കൈ തരുന്നത്. എന്നിട്ട് പറയാം ഇതിൽ പുതിയൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ്, പുതിയൊരു ഫീച്ചർ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, വേണം റെഫറൻസ് എടുത്തോ, പുതിയ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇവിടുന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക് ഉണ്ട്, പഠിച്ചോ, റിവ്യൂ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പുതിയ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, വേണം റെഫറൻസ് എടുത്തോ, അത് സമയം ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത്ര അവർ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മളെ അവിടെയാണ് സെൽഫ് ലേണിംഗ് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംഭവം. ഏറ്റവും എന്താ പറയുക നമ്മൾ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവം സെൽഫ് ലേണിംഗ് ആണ്. അങ്ങനെ അതിനൊരു പഠിച്ചു. അതായത് വിത്തിൻ 1 മന്ത് ഞാൻ ഫാസ്റ്റ് API എന്താണ് ഓൾമോസ്റ്റ് സെറ്റായി. സെൽഫ് ലേണിംഗ്. യെസ്. അപ്പോൾ എന്താ എനിക്കിപ്പോൾ ജാങ്കോ അറിയാം, റിയാക്ട് അറിയാം, അതിൻ്റെ കൂടെ ഫാസ്റ്റ് API അറിയാം. ഇത് മൂന്നുള്ളതുകൊണ്ട് എനിക്ക് ഫ്ലാസ്ക് പൈത്തൻ്റെ നെക്സ്റ്റ് ലെവലും ഫ്ലാസ്ക്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ഗ്രോത്ത് അത്രയ്ക്കും ഉണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാക്ടറും ഈ ഒറ്റ ഫാക്ടറാണ് ഞാൻ പേയ്മെന്റ് ചൂസ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ. ഇതാണ് നല്ല പൊട്ടൻഷ്യൽ കമ്പനിയാണ്. നമുക്കും അഡ്വാൻറ്റേജ് ഉണ്ടാവും, കമ്പനിക്കും അഡ്വാൻറ്റേജ് ഉണ്ടാവും. സോ ഒരു മ്യൂച്വൽ ഗ്രോത്ത് എന്നുള്ളൊരു ഇതിലാണ് ആക്ച്വലി അവിടെ ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആശു നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് നമ്മളൊരു കമ്പനിയെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കണം എന്നുള്ളത്. സോ അവിടെയാണ് നമ്മുടെ പ്ലേസ്മെന്റ്സിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലേ? സോ അവർ പ്രോപ്പറായിട്ട് പറഞ്ഞുതരും. എനിക്കിപ്പോൾ കിട്ടിയ 2 കമ്പനി വരും ഞാൻ പ്ലേസ്മെന്റ്സിലായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതിൽ അവരായിട്ട് സംസാരിച്ചിട്ടുണ്ടോ. അപ്പോൾ ഹുദൈഫായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹുദൈഫ് ഞാൻ ജസ്റ്റ് പറയേണ്ട താമസമുള്ളൂ. അന്ന് രാവിലെ പറഞ്ഞാൽ വൈകുന്നേരം നമ്മൾ ഫുൾ കൈമ തരും. നമ്മളൊരിക്കലും ഒരു സ്റ്റുഡൻസിന് ഒരു പൊട്ടൻഷ്യൽ കമ്പനിക്ക് ഒരിക്കലും വിടൂല. കാരണം നമ്മളും ആക്ച്വലി ഭയങ്കര കൺസേൺഡ് ആണ് നമ്മളൊരു സ്റ്റുഡൻസിന്റെ ഗ്രോത്ത്. ജസ്റ്റ് നമ്മളോട് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് പ്ലേസ്മെന്റ് അല്ല, ക്വാളിറ്റി ഓഫ് പ്ലേസ്മെന്റ്. അതിന് അവരുടെ ഗ്രോത്തും ഫ്യൂച്ചറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഞാൻ പറഞ്ഞ ഫസ്റ്റ് കമ്പനി അത് ബേസിക്കലി IT കമ്പനി ആയിരുന്നില്ല. ഒരു കമ്പനീൻ്റെ എനിക്ക് തോന്നുന്നു സെയിൽസ് ആയിരുന്നു. സെയിൽസ് സെയിൽസ് ആണ് അവർ മെയിൻ ഫോക്കസ്. അതിൽ IT ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അവരുടെ മാത്രം എന്തോ പ്രൊഡക്റ്റ് അവർ ഇൻഹൗസ് പ്രൊഡക്റ്റ് അപ്ഡേഷൻ മാത്രമേ വേണ്ടി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഉദയ് സംസാരിച്ചു. അപ്പോൾ ഉദയ്ഫിന് സജസ്റ്റ് ചെയ്തു അവിടെ പോകണ്ട, കമ്പനി സാലറി ഒക്കെയാണ്, പക്ഷേ അവിടെ പോയാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല. ഗ്രോത്ത് എന്നുള്ളത് ഭയങ്കര ഒരു കൺസേൺ ആണ്. അപ്പോൾ നമ്മളെ പ്ലേസ്മെന്റ്സിൽ അതിൽ ഭയങ്കര കൺസേൺ ആണ്. അടിപൊളിയാണ് ആ ഒരു കാര്യത്തിൽ പ്ലേസ്മെന്റ്സിൽ ഭയങ്കര കൺസേൺ ആണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും പിള്ളേരെ പ്ലേസ് ആക്കാൻ പരിപാടി നമുക്കില്ല. പ്രോപ്പർ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ പ്രോപ്പർ സ്ഥലത്ത് പ്ലേസ് ആക്കാന്നുള്ളത് അവരെ കാപ്പബിലിറ്റി അനുസരിച്ച് അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റിലേക്ക് അവർ പറഞ്ഞേക്കും. എല്ലാവരും പേഴ്സണലായിട്ട് അറിയാം. ബേസിക്കലി റിവ്യൂസും കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അതിന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്ലേസ്മെന്റിൽ എടുക്കണം. ഒരാളുടെ ക്വാളിറ്റി എന്താണ്, കപ്പാസിറ്റി എന്താണ്, അതിനനുസരിച്ചുള്ള കമ്പനീസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും പ്ലേസ്മെന്റ് കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. സോ പ്ലേസ്മെന്റ്സിലും ഒരുപാട് രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ എനിക്ക് 2 കോൾ വന്നു. ആ 2 കോൾ എനിക്ക് എത്തിച്ചെന്നത് പ്ലേസ്മെന്റ്സിൽ നിന്നാണ്. സോ ഡയറക്റ്റ് വന്ന ഇന്റർവ്യൂസ് ആയിരുന്നു. ആഷിമ് ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു സംഭവമുണ്ട്, സൈബർ സെക്യൂരിറ്റി എന്നുള്ളത് അല്ലേ? സോ ആഷിമിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ്? ആഷിം എന്താണ് ഒരു എയിം ചെയ്യുന്നത്? ഫ്യൂച്ചർ കറന്റ് ഇപ്പോൾ തന്നെ IT ആണ്, ടെക് വേൾഡ് ആണ്, നമുക്കിത് തീരുമാനങ്ങൾ മാറാം, ട്രെൻഡ് മാറാം, വേറെ ഓപ്ഷൻസ് ഒക്കെ വരാം. കറന്റ് ഇപ്പോൾ ആഷിമിന്റെ മൈൻഡിൽ എന്താണ്? കറന്റ് പറഞ്ഞല്ലോ സൈബർ സെക്യൂരിറ്റി ആണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടമുള്ള ഫീൽഡാണ്. മൂവീസ് കണ്ടിട്ട് ഇൻസ്പയർ ആയതിനെ കൂടി, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് അതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ് സൈബർ സെക്യൂരിറ്റി. ആദ്യം പറഞ്ഞല്ലോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്ററായി ചെയ്യാൻ പറ്റും. അപ്പോൾ പാഷൻ പ്രൊഫഷൻ ആക്കാന്നൊക്കെ പറയില്ല നമ്മൾ, അത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ് ഈ ഒരു സൈബർ സെക്യൂരിറ്റി. അപ്പോൾ ഇപ്പോൾ കറന്റ് പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 or 3 years ഡെവലപ്മെന്റിൽ പിടിച്ചുക, എന്നിട്ട് അതിന്റെ കൂടെ എന്താക്കുക സൈബർ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സൈബർ സെക്യൂരിറ്റിന്റെ ആ ഒരു സ്കില്ല് ലേൺ ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് സൈബർ സെക്യൂരിറ്റി സ്വിച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് കറന്റ് എൻ്റെ പ്ലാൻ. ഇതാണ്. എൻട്രി ബാരിയർ അവിടെ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. എൻട്രി ബാരിയർ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മൾ 3 year ബേസിക്കലി സ്റ്റാർട്ടപ്പിൽ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായാലും ആ ഒരു IT ഇൻഡസ്ട്രി എക്സ്പോഷർ എന്തായാലും എനിക്കുണ്ടാവും. ഇപ്പോൾ നോർമലി ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ഒക്കെ എടുത്തു പോകുന്ന അല്ലെങ്കിൽ അടുത്ത ട്രെൻഡിങ് കോഴ്സ് എടുത്തു പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മെയിൻ ഫാക്ടർ അതാണ് പ്ലേസ്മെന്റ് എന്നുള്ളത്. ജസ്റ്റ് എന്താണ് കോഴ്സ് ട്രെൻഡിങ് ആണെന്ന് വിചാരിച്ച് അതെടുത്താൽ നമുക്ക് ജോലി കിട്ടുമെന്നുള്ളതല്ല, നിർബന്ധമില്ല. കാരണം സൈബർ സെക്യൂരിറ്റിന്റെ ഈ ഒരു എൻട്രി പേര് വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ കോറാണ് സൈബർ സെക്യൂരിറ്റി. ഞാൻ ആ സാധനം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഫ്രഷേഴ്സിന് അവിടെ എൻട്രി കൊടുക്കാന്നുള്ളത്. കാരണം ഇവർക്ക് ഈ സൈബർ സെക്യൂരിറ്റി കോംപ്രമൈസ് ആയ കമ്പനി ഡാറ്റ പോയി ഒരു കമ്പനി ഡാറ്റ പോയി കഴിഞ്ഞാൽ പിന്നെ കമ്പനിയില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും റിക്രൂട്ടേഴ്സ് റിസ്ക് ചെയ്യൂല.
കാരണം ഫ്രഷേഴ്സിന് എത്ര സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി റിയൽ ലൈഫ് പ്രോബ്ലം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് മനസ്സിലാക്കി മാത്രമേ അവർ എടുക്കുള്ളൂ. സൈബർ സെക്യൂരിറ്റി പ്രത്യേകിച്ച് അതാണ് ഒരു എൻട്രി പേര് വരാനുള്ള ഒരു മെയിൻ റീസൺ. കാരണം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല, ഒരു കമ്പനിയും കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നില്ല സൈബർ സെക്യൂരിറ്റി. അപ്പോൾ ഫ്രഷേഴ്സിന് ഭയങ്കര ബാരിയർ ഉണ്ട് അതിൽ. പിന്നെ ഓപ്പണിങ്സ് കുറവാണ്. ഇപ്പോൾ 100 ഒരു കമ്പനി 100 ഡെവലപ്പേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ 10 സൈബർ സെക്യൂരിറ്റി ആവശ്യമുള്ളൂ, എക്സ്പേർട്സ് ഉണ്ട്, അത്ര ആവശ്യമുള്ളൂ. ഡെവലപ്പേഴ്സ് ഉണ്ടാകും, നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം, അത്യാവശ്യം നല്ല ആൾക്കാർ, ഒരു വലിയ കമ്പനി അത്യാവശ്യം ആൾക്കാരുണ്ടോ. പക്ഷേ സൈബർ സെക്യൂരിറ്റി ഒരു 10 എക്സ്പേർട്ടായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആ സിസ്റ്റം മാനേജ് ചെയ്യാൻ അവർ മതി എന്നുള്ളതാണ് ഭയങ്കര കുറവാണ്. സോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആക്ച്വലി ആഷിം ഡെവലപ്മെന്റ് ത്രൂ വേണമെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ ആഷിമിന്റെ കയ്യിൽ നല്ലൊരു കരിയർ ഓൾറെഡി ഉണ്ട്. സോ ആ കരിയറിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പം ലൈഫ് സേഫ് ആക്കിയിട്ട് റിസ്ക് എടുക്കാം, സേഫ് ആക്കിയിട്ട് റിസ്ക് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ സൈബർ സെക്യൂരിറ്റി ബാക്കിൽ പോയി 2-3 years അതിൻ്റെ ബാക്കിൽ തന്നെ വർക്ക് ചെയ്ത് ആ ഒരു മേ ബി 3 years കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു അത്രയും ലെവലെത്തിയാൽ എനിക്ക് ചിലപ്പോൾ കിട്ടിക്കോളാം. പക്ഷേ എനിക്ക് ആ ഒരു സംഭവം ഇപ്പോഴും നടക്കും. ആ 3 years എനിക്ക് സാലറി വാങ്ങിക്കൊണ്ട് എനിക്ക് ആ ഒരു സംഭവം എടുക്കാൻ പറ്റും. യെസ്. പിന്നെ അതുമല്ല സെൽഫ് ലേണിംഗ് സ്കിൽ ഓൾറെഡി ആഷിമിൻ്റെ കയ്യിലുള്ള സംഭവമാണ്. സോ അതെന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. യെസ്. നോർമലി ഇപ്പോൾ കറന്റ് കമ്പനി വർക്ക് ചെയ്യുന്ന കൂടെ തന്നെ എന്ത് ചെയ്യാം, ആ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം. സോ ഒരു സമയം വരുമ്പോൾ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. അത് മീൻസ് മാർക്കറ്റൊക്കെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ആഷിമിൻ്റെ കേസിൽ നമ്മൾ ഇവിടുത്തെ ഒരു എൻവയോൺമെന്റ് ഉണ്ടല്ലോ, നമ്മുടെ വർക്ക് എൻവയോൺമെന്റ്, അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ബിടെക് പഠിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ ആ കേസിൽ എനിക്ക് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടുപ്പ് വരും. ഒരു 3 or 4 days ജസ്റ്റ് നോക്കി പിന്നെ ഇതിലേക്ക് നോക്കാനുള്ളൊരു മടിയാവും. പക്ഷേ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് പ്രഷർ വരും, റിവ്യൂ ആണല്ലോ എന്നുള്ള ടെൻഷൻ വരും. നമുക്ക് എങ്ങനെയായാലും മുന്നിൽ ഒരു എക്സാം വരുമ്പോൾ നമ്മൾ പഠിക്കും. ഒരു സെമ്മ് ഫുള്ള് പഠിച്ചില്ലല്ലോ, എക്സാമിന് തലേന്ന് നമ്മൾ എന്തായാലും പഠിക്കും. അപ്പോൾ ആ ഒരു സംഭവം നല്ല ഹെൽപ്പായിട്ടുണ്ട്. കാരണം നമുക്ക് അറിയാം മുന്നിലൊരു റിവ്യൂ ഉണ്ട്, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഒരാളുണ്ട്. അപ്പോൾ നമ്മൾ എന്താകും, കുറച്ചൊരു എഫേർട്സ് എടുത്ത് പഠിക്കും. കാരണം വേറെ സംഭവം ഉണ്ട്, ആ റിവ്യൂ പാസ് ചെയ്ത് നെക്സ്റ്റ് വീക്ക് പോകാൻ പറ്റും. അതെ പാസ്സായാലും നമുക്ക് പുതിയ കാര്യം പഠിക്കാൻ പറ്റും, ഇതിൽ തന്നെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാക്ടർ കൊണ്ട് എന്താണ് നമ്മൾ എങ്ങനെയായാലും പക്ഷേ ഇത് പഠിക്കും, നമ്മൾ എഫേർട്സ് എടുക്കും. പിന്നെ പറഞ്ഞാൽ അത് സ്റ്റാർട്ടിങ്ങിലെ കേസ് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടെ ഉള്ള ഒരു പ്ലേസിലേക്ക് പോയല്ലോ, അതൊരു ഉള്ളുന്നൊരു വലിയ പ്ലേസ്. ഇനിയിപ്പോ ഞാൻ എന്താ കോളേജിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവുന്നില്ല, എല്ലാവരും ഒരുമിച്ച് ഇറങ്ങി പോകണല്ലോ. ഇനിയിപ്പോ അഥവാ സപ്ലീറ്റ് അടുത്ത സെമ്മിൽ സപ്ലീറ്റ് അത്രേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഓരോ ദിവസം കാണുമ്പോൾ തൊട്ടടുത്തുള്ള പോയിട്ടുണ്ടാവും. കാണുമ്പോ ഇത്രയും കാലം കൂടെ വർത്താനം പറഞ്ഞ് കൂടെ ചാടിക്കാൻ പോയി പെട്ടെന്ന് പോയിട്ടുണ്ടാവും. അത് ആക്ച്വലി നമ്മൾ ഒരുപാട് നല്ലൊരു ഫയറാണ്. അന്നേരം നമുക്ക് ഒരു കത്തലുണ്ടാവും, പഠിക്കണ്ടേ, എഫേർട്സ് എടുക്കണ്ടേ. പിന്നെ കുറച്ചുകൂടെ നമ്മളെന്താകും, കുറച്ചുകൂടെ എഫേർട്സ് എടുത്ത് നമ്മൾ പഠിക്കാൻ തോന്നും. ആ ഒരു സംഭവം അടിപൊളിയാണ്. കാരണം നല്ല പുഷ് ചെയ്യും, നമ്മൾ നല്ലോണം പുഷ് ചെയ്യാതെ സെൽഫ് മോട്ടിവേഷൻ ആണ്. അത് ഒരു ഫിയർ ആണെങ്കിൽ ഒരു എന്താണ് ഉള്ളിലൊരു ടെൻഷൻ പോലെയാണ്. പക്ഷെ ആ ടെൻഷൻ നമ്മളെ പുഷ് ചെയ്യും. അതായത് ടെൻഷൻ നല്ലതിന് അറിയില്ല, ആ ഒരു സംഭവം നമ്മൾ പുഷ് ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് ഒരാള് പുഷ് ചെയ്യുന്നതിനൊരു പരിമിതി ഉണ്ട്. ഇങ്ങനെ പോലെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സ്ട്രിക്റ്റ് ആക്കിയ ഒരു പരിമിതി ഉണ്ട്. ബേസിക്കലി സെൽഫ് മോട്ടിവേഷൻ എന്നുള്ള സംഭവമാണ്. അതങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളെ പിടിച്ചാൽ കിട്ടില്ല, പിന്നെ ടോപ്പിലാണ്, പിന്നെ നമ്മൾ തന്നെ ഉള്ളു, വേറെ ആരില്ല. ആ സാധനം എപ്പോൾ വരുന്നോ അപ്പം എന്ത് ചെയ്യും, അത്രയും നമ്മൾ എഫേർട്സ് എടുക്കും, വില്ലിങ് ആവും, പഠിക്കും, സ്കിൽ ഡെവലപ്പ് ചെയ്യും, പ്ലേസ് ഡൗൺ ചെയ്യും. സോ അതും നമ്മളിവിടെ ഹബ്ബിൽ സ്ഥിരമായിട്ട് ഓരോരുത്തർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സംഭവമാണ്. ഇവിടെ ആര് പ്ലേസ് ആണെങ്കിലും അവരെ സ്റ്റോറി ഇവിടെ പറയും, നമുക്കൊരു എനിക്ക് അവിടെ പോയി പറയണം, എനിക്കൊരു അവിടെ പോയി പറയണോ, ആ ഒരു ഫയർ നമ്മൾ ഉള്ളിൽ വരും എന്നുള്ളതാണ്. ഓക്കെ. സോ പിന്നെ നോർമലി ഇപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ, അതായത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ആഷിമിന്റെ ബാച്ചിൽ പഠിച്ച ഒരുപാട് പേര് അങ്ങനെ പഠിക്കാൻ പോയ ആൾക്കാരുണ്ടാവും. പേഴ്സണൽ പരിചയത്തിൽ ഒരുപാട് പേരുണ്ടാവും. ഡെയിലി 2 മണിക്കൂർ മാത്രം പഠിക്കുക, പിന്നെ ബാക്കി സമയം പാർട്ട് ടൈം ജോബിന് പോവാം. അങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് ആഷിമിന് എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഈ 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ കോഡിങ് പഠിക്കാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആഷിം എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ നമുക്ക് ബ്രിഡ്ജിയുടെ വർക്ക് ഹവേഴ്സ് പറഞ്ഞാൽ 95, പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ 95 ആണ് നമ്മൾ വന്നിട്ടല്ലോ. പിന്നെ കുറച്ചും പാടെ എഫേർട്സ് എടുക്കാൻ തുടങ്ങിയപ്പോൾ, കുറച്ചും പാടെ സീരിയസ് ആകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും 8-9 ഒക്കെ 12 hours ഞാൻ അവിടെ ഉണ്ടാവലുണ്ട്. 2 hours ഉള്ള എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ 2 hours കൊണ്ട് കംപ്ലീറ്റ് ആണ്. കാരണം പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പഠിക്കലല്ല, കാര്യം പഠിക്കല, പ്രാക്ടീസ് ആണ്. പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 2 മണിക്കൂർ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ആക്ച്വലി നോർമലി ഇപ്പോൾ ബിടെക് കഴിഞ്ഞ ആൾക്കാരല്ലെങ്കിൽ
ബേസിക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് അങ്ങനത്തെ കോഴ്സിനാണ്. അതിന് 2-3 റീസൺസ് ഉണ്ട്. ഒന്ന് 2 മണിക്കൂറുള്ളൂ, ബാക്കി സമയം എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് ചെയ്ത് വേറെ പണി ഉണ്ടാക്കാന്നുള്ള സാധനം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ആയിരിക്കും മിക്ക ആൾക്കാർക്കും ഉണ്ടാകും. സോഷ്യൽ മീഡിയ എന്നുള്ള സംഭവം ഭയങ്കര, കാരണം എപ്പോഴും അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് ദ പ്ലേസ്മെന്റ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അവരെന്താണ് 100-150 പ്ലേസ്മെന്റ് വിത്തിൻ മന്ത് എന്ന് പറയുന്നത്. പക്ഷെ അവരെ വിത്തിൻ മന്തിൽ അവരെ സ്റ്റുഡൻസിന്റെ കൗണ്ട് 5,000-6,000 രൂപ വരും. മിക്ക സ്ഥാപനങ്ങളുടെ കേസിലും സാലറി എന്നുള്ളത് റിവീൽ ചെയ്യാറില്ല. കാരണം റിവീൽ ചെയ്യാൻ ഉണ്ടാവില്ല. അതാണ് കാരണം ഈ ബിടെക് കഴിഞ്ഞ ആൾക്കാർ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ബിടെക് കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ബേസിക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആൾക്കാർക്ക് അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സാലറി കിട്ടും. സത്യമായിട്ടും എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടില്ല. പോയിരിക്കാന്നുള്ളൂ. അവിടെയും നമ്മൾ നടക്കുന്ന സ്പൂൺ ഫീഡിംഗ് ആണ്. 2 hour കൊണ്ട് ഒരിക്കലും നമുക്ക് സെൽഫ് ഫീഡിംഗ് നടക്കൂല. എനിക്കത് മനസ്സിലായി. 4 വർഷം ഓൾറെഡി ഒരു സംഭവത്തിൽ പോയി, വീണ്ടും ഒരു 6 മാസം കൊണ്ട് സെയിം സംഭവത്തിൽ എന്തിനാണ് സ്റ്റുഡൻസ് പോകുന്നതെന്ന് ഒരിക്കലും എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനുള്ള മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവര് പ്ലേസ്മെന്റ് കൗണ്ട് ആണ്. അവിടെ പ്രൊപ്പോർഷൻ ആരും നോക്കുന്നില്ല. എത്ര സ്റ്റുഡൻസിനാണ് ഇത്ര പ്ലേസ്മെന്റ് വരുന്നത് ആരും നോക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ആക്ച്വലി ക്വാളിറ്റി ഓഫ് ദ പ്ലേസ്മെന്റ്സ് എന്നുള്ള എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന സംഭവം. അതുകൊണ്ടാണ് ഈ ക്വാളിറ്റി എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ആക്ച്വലി ഇപ്പോൾ ആശിം പറഞ്ഞ കാര്യങ്ങളായിരിക്കും മനസ്സിലായിട്ടോ എന്തുകൊണ്ടാണ് വരുന്നത്. കാരണം ആശിം ആക്ച്വലി അതിനൊരു പ്രോപ്പർ എക്സാമ്പിളാണ്. പിന്നെ ഒരു നമ്മളെ ഫാമിലീൻ്റെ സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി ഫാമിലീൻ്റെ സപ്പോർട്ട് ഞാൻ ബിടെക് എടുക്കുമ്പോൾ തന്നെ ഫാമിലിയിൽ കുറേ ആൾക്കാർ, ചുറ്റുമുള്ള കുറേ ആൾക്കാർ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കുറേ ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ലൈക്ക് എന്തിനാ ബിടെക് എടുക്കുന്നത്. മറ്റേ ക്വസ്റ്റ്യൻ വന്നോ, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അന്ന് ആ ഒരു ടൈമിന് പറഞ്ഞാൽ അത്രക്കും ബിടെക് പ്ലേസ്മെന്റ് ഇല്ല, അൺഎംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ബിടെക് ആണ്. പിന്നെ എന്തുകൊണ്ട് നീ ബിടെക് എടുത്തുനിന്ന് കുറേ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴൊക്കെ എന്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി നിന്റെ ഡിസിഷൻ ആണ്, നിന്റെ ലൈഫാണ്, സപ്പോർട്ടിന് ഞങ്ങളുണ്ടാവും. ഓക്കെ, അതാണ് അവർ സപ്പോർട്ട്. പക്ഷേ ബിടെക് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചും കൂടെ എമൗണ്ട് സ്പെൻഡ് ചെയ്യണം, കുറച്ചും കൂടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്താ റിയാക്ഷൻ എന്തായിരുന്നു ഫാമിലി? പറഞ്ഞപ്പോൾ അപ്പോഴും പറഞ്ഞത് നീ കോൺഫിഡന്റ് ആണെങ്കിൽ ഇതിലേക്ക് പോവാന്നുള്ളതാണ്. കാരണം അവരുടെ സപ്പോർട്ടും കൂടെയാണ് ഇപ്പോഴത്തെ എന്റെ സക്സസ്. സ്വാഭാവികമായിട്ടും ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്രയും വാല്യുബിൾ ആണ്. അപ്പോൾ എനിക്കിപ്പോൾ പഠിക്കാൻ നല്ല ആഗ്രഹം, പക്ഷെ ഫാമിലി പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. ഫാമിലിയുടെ ഒരു ഫുൾ സപ്പോർട്ടാണ്. ചെയ്യാം, ഏത് കോഴ്സിനും പോകാനുള്ള ആ ഒരു സപ്പോർട്ട് റിസൾട്ട് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലാണ് നമ്മൾ റിഗ്രറ്റ് വരാം, നമുക്ക് ഒരുപാട് റിഗ്രറ്റ് വരും. അങ്ങനെ ഒരു ഇതുണ്ടാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ അവർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തിരിച്ചു കൊടുക്കണം നമുക്കൊരു ഉള്ളിൽ പോകുന്നുണ്ടാവും. അപ്പൊ ആ ഒരു അത് നല്ലൊരു ഫാക്ടർ. എന്റെ സെക്സിൽ ഞാൻ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു അതിന് ഇതൊരു നല്ലൊരു മാറ്ററാണ്. ഒരു പ്ലേസ്മെന്റ് കിട്ടിയ സംഭവം പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഫാമിലി റിയാക്ഷൻ? സത്യം പറഞ്ഞാൽ അവർക്ക് എന്താ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. അവർ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇത്രയൊക്കെ സാലറി കിട്ടുന്നുള്ളത്? അവര് എക്സ്പെക്ട് ചെയ്ത് ഞാൻ 25 ആ റേഞ്ചിലൊക്കെ അവരുടെ എക്സ്പെക്ടേഷൻ. പിന്നെ സ്റ്റാർട്ടിങ്ങിലുള്ളൂ. പിന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇതൊക്കെ കിട്ടും. പിന്നെ ഈ ഒരു കമ്പനി കിട്ടിയപ്പോൾ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ബേസിക്കലി അവർക്ക് എന്താ എക്സ്പ്രസ് ചെയ്യേണ്ടത് അവർക്ക് സന്തോഷം. ഇത്രയും പെട്ടെന്ന് പ്ലേസ്ഡ് ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല. കാരണം ഞാൻ സെക്കൻഡ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു. ആ പ്രോജക്റ്റ് കഴിഞ്ഞ് പ്ലേസ്മെന്റിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത്ര പെട്ടെന്ന് പ്ലേസ്ഡ് ആവുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. ഞാൻ അവരും ഷോക്കായി, അവരും ഹാപ്പിയാണ്, അവരും ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, സോ നോർമലി ആഷിമ് കുറച്ചും കൂടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് സെക്കൻഡ് പ്രോജക്റ്റ് കഴിഞ്ഞിട്ടൊക്കെ പ്ലേസ്ഡ് ആവാന്നുള്ളൊരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു ആദ്യം. ജസ്റ്റ് അസ്ലം പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി. പിന്നെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എനിക്ക് പിന്നെ അതങ്ങ് എടുത്തതാണ്. അവിടെ ഇവിടെ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ അവിടെ എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അവിടെ നല്ല ഗ്രോ ചെയ്യാറ്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അത് ചൂസ് ചെയ്തു, എന്തായാലും അത് സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളതുപോലെ തന്നെയാണ്. നമ്മൾ ഓരോ സ്റ്റുഡൻറ്റും നമുക്കൊരു സെറ്റ് ഉണ്ട്, അതായത് ഇത്ര സാലറിക്കാണ് അയാൾ പൈസ ആക്കാൻ ഉദ്ദേശിക്കുക എന്നുള്ളത്. ആക്ച്വലി നമ്മുടെ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത ഒരാളാണ്. ആക്ച്വലി നമ്മുടെ ഒരു കാൽക്കുലേഷനൊന്നും തെറ്റിയിട്ടില്ല ആഷിമിൻ്റെ കേസിൽ. നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരെ പറ്റിയും അറിയുമല്ലോ. സോ ആൾ എത്രയൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട് പ്ലേസ് ആക്കാൻ പറ്റും എന്നുള്ളത്. സോ ആ കാര്യത്തിൽ നമ്മളും ഭയങ്കര ഹാപ്പിയാണ്, നല്ല സാലറിക്ക് പ്ലേസ് ആക്കാൻ പറ്റിയെന്നുള്ളത്. നോർമലി IT എന്നുള്ളത് ആർക്കും എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് അല്ലേ. സോ ബിടെക് വേണം, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് വേണം, BCA വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിനൊരുപാട് പ്രൂവൻ എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കൊളീഗ്സ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, ആഷിമിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് എല്ലാവരും വരുന്നൊരു ഫീൽഡാണ് IT എന്നുള്ളത്, അല്ലെങ്കിൽ ടെക് ഫീൽഡ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫീൽഡ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ അത്തരത്തിൽ +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ അവരുടെയൊക്കെ ആഷിമിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറയാനുള്ളത്? എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാൻ എനിക്കുള്ളത്. കാരണം നമ്മളെ ക്വാളിഫിക്കേഷൻ മാറ്ററാണ്, പക്ഷേ അതൊരു സൈഡിൽ മാത്രമാണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ ബിടെക് ആയിട്ട് പോയി, ഈ ക്വാളിഫിക്കേഷൻ എപ്പോഴാണ് മാറ്റർ എന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ വിളിച്ചു, അതിൽ
ബിടെക് കഴിഞ്ഞ് ഞാൻ പോയി, പ്ലസ് ടു കഴിഞ്ഞാൽ വേറെ ആൾ പോയി. പക്ഷേ എന്നെക്കാട്ട് സ്കില്ല് അവനുണ്ട്, പക്ഷേ എനിക്ക് ബിടെക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കോള് വരുന്നത് എനിക്കായിരിക്കും, പിന്നെ അവന് കോള് വരും. ആ ഒരു ഒറ്റ സ്ഥലത്ത് മാത്രമേ നമുക്ക് ക്വാളിഫിക്കേഷൻ മാറ്റർ ചെയ്യുള്ളൂ. ഓക്കെ, അതായത് ഇനീഷ്യൽ ഷോർട്ട് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ ഫസ്റ്റ് ആരെ വിളിക്കുന്നു, ഇനീഷ്യൽ പ്രയോറിറ്റി, അതിൽ മാത്രമേ എന്താണ് ഈ ക്വാളിഫിക്കേഷൻ മാറ്റർ ചെയ്യുള്ളൂ. ബാക്കിയുള്ളത് ഫുൾ നമ്മുടെ സ്കിൽ ബേസ്ഡ് ആണ്. നമുക്ക് സ്കില്ലുണ്ട്. ഇപ്പോൾ ഇന്നെക്കാട്ടി സ്കില്ല് ആ പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഹയർ ചെയ്യും. ഇപ്പോൾ ആഷിമിന്റെ സെയിം പാക്കേജിലുള്ള പ്ലസ് ടു കാരോടെ ഉണ്ട് അല്ലേ? പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ പ്ലസ് ടു അല്ല, എൻ്റെ കൂടെ ബാച്ചിലർ ഡാറ്റാ സയൻസ് ആയിരുന്നു. അവള് കെമിസ്ട്രി ആണ്, BSc കെമിസ്ട്രി ആണ്. പക്ഷെ അവൾ പ്ലേസ് 6 LP ആണ്. അതും വിത്തിൻ 6 months ആണ് അവൾ പ്ലേസ് ആയത്. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒരിക്കലും മാറ്റർ ചെയ്യില്ല. ക്വാളിഫിക്കേഷൻ മാറ്റർ ചെയ്യുന്ന ഈ ഒരു ഒറ്റ സ്ഥലത്ത് മാത്രമാണ്. 2 പേര് ഒരുമിച്ച് ഇന്റർവ്യൂ ആകുമ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻ മാറ്റർ ചെയ്യും. അത് ഇനീഷ്യൽ ഷോർട്ട് ലിസ്റ്റിന് മാത്രം. അത് കഴിഞ്ഞ് ഇന്റർലി ഡിപ്പെൻഡ്സ് ഓൺ അവർ സ്കില്ലാണ്. നമ്മുടെ സ്കില്ലിന്റെ കേസിൽ അക്കാഡമിക് സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, സോഫ്റ്റ് സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം നമ്മളെ കൺവേ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിവിടെ ആക്ച്വലി ചെയ്യുന്നത് എല്ലാത്തിനും ഓവറോൾ ഇമ്പ്രൂവ്മെന്റ് വരുത്താനാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നു, ടെക്സ്റ്റ് പാർക്ക് അല്ലെങ്കിൽ നമ്മൾ റിവ്യൂസ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം നമ്മൾ കൊടുക്കുന്നത് ഈ ഒരൊറ്റ ഇന്റൻഷനാണ്. ക്വാളിറ്റി പ്ലേസ്മെന്റ്, സ്റ്റുഡൻസിന് ക്വാളിറ്റി പ്ലേസ്മെന്റ് ആക്കാൻ. നമുക്ക് നോർമൽ എല്ലാ സ്റ്റുഡൻസിൻ്റെ പേരിലും ഓരോ പ്രതീക്ഷകളുണ്ടാവും, കാരണം അത് അവരുടെ സ്കില്ലും കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും. നമ്മളൊരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്ത ഒരാളാണ് ഹാഷിം എന്നുള്ളത്. ആ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കരിയറിന് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ, ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ, ലൈഫിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.